എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഉഴുന്നുവട സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഹാർഡായി പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഗ്രൈൻഡർ വെച്ച് അരയ്ക്കുന്നതാണ് ഒന്നുകൂടി ബെസ്റ്റ്. പക്ഷെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 ബാച്ചും ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഒട്ടും തന്നെ തരികൾ പാടില്ല. അതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇവിടെ ഞാനൊരു എരിവുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു കായം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരണം, അതായത് നല്ല സോഫ്റ്റായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ കൈ വെച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എയറൊക്കെ കയറി നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. ഒരു കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഞാനീ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് മാറ്റിയിട്ട് അധികമുള്ള എണ്ണയൊക്കെ ഒന്ന് മാറ്റി കളയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ സോഫ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലത്തെ സെയിം ടേസ്റ്റിലുള്ളൊരു വടയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് ഹാർഡായി പോയിട്ടുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവട കഴിക്കാം. അപ്പോൾ ഇതിന് കൂടെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി സാധാ ചമ്മന്തിയാണ്, തേങ്ങ വെച്ചിട്ടുള്ളതാണ്. അതിൽ ഇഞ്ചി, പച്ചമുളക്, സവാള ചേർത്തിട്ടാണ് ചമ്മന്തി അരച്ചിട്ടുള്ളത്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ ഉഴുന്നുവടയും ചമ്മന്തിയും ചായയും കൂടി നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.